എനിക്ക് തോന്നുന്നു ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ള ആദിലയും നൂറയോടുള്ള ഇടപെടലും നെവിനോടുള്ള ഇടപെടലും ഇല്ല അഭിലാഷിനോടുള്ള ഇടപെടലൊക്കെ തന്നെ കൃത്യമായി തന്നെ പ്രേക്ഷകർ കണ്ടതുമാണ്. പക്ഷേ ഒരു റൂട്ടിൽ കൂടെ കടന്നു പോയിരുന്ന ബിഗ് ബോസിൻ്റെ ഇടയിലേക്ക് ഒരു കൂട്ടം മനുഷ്യർ കടന്നു വരികയാണ് വൈൽഡ് കാർഡായിട്ട്. പക്ഷേ ആ വൈൽഡ് കാർഡിലുള്ള മനുഷ്യരൊക്കെ തന്നെ പുറത്ത് കൃത്യമായി തന്നെ കളി മനസ്സിലാക്കിയിട്ടാണ് അകത്തേക്ക് കടന്നു വരുന്നതും. അവരുടെ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നെ ഒരു കൂട്ടം മനുഷ്യരെ ആക്രമിക്കുന്ന രീതിയിലുള്ള ഇടപെടലായിരുന്നു. അത് അങ്ങനെ ഒരു സാധ്യത മുന്നിൽ കണ്ട സമയത്ത് ഒനിൽ എന്താണ് തോന്നിയത്? പുറത്തേക്ക് ഉള്ള മനുഷ്യരും ഇതുപോലെ പ്രതികരിക്കുന്നതിൻ്റെ ഫലമായിട്ടാണോ ഈ അകത്തേക്ക് വന്ന വൈൽഡ് കാർഡുകളും ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയത്? ഞാനൊരു കാര്യം പറയട്ടെ, വൈൽഡ് കാർഡ് കളി കണ്ടിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരിപ്പോ ഇഫ് ദേ ഹാവ് ഹിസ്റ്ററി, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒനിൽ സാബ് എന്നുള്ള ഒരാളുടെ ഹിസ്റ്ററി എടുത്തു നോക്കി കഴിഞ്ഞാല് പുള്ളി ഗെയിമിന് വേണ്ടി മാത്രമായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ അല്ലെങ്കിലും കമ്മ്യൂണിറ്റി ഇവന്റ്സിൽ നടത്തുന്ന ആളാണ്. ഒരുപാട് കാറ്റഗറി ഓഫ് ആൾക്കാര്, ജെൻസി, ജെൻ ആൽഫ, മിലേനിയൽസ് എല്ലാവരും പങ്കെടുക്കുന്നതാണ് എന്റെ കമ്മ്യൂണിറ്റി ഇവന്റ്സിന്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ ചെയ്യുന്നത് എന്റെ നാടായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, അങ്ങനെയൊക്കെയുള്ള ആളാണ് ഞാൻ. അപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരെ ഈ ബിഗ് ബോസിൽ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ ഉണ്ടാവും. അവരുടെ ഒരു പ്രൊഫഷണലിയോ അല്ലെങ്കിൽ അവർ പാഷനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളോ അത് ബേസാണ് വരിക. പക്ഷേ ഈ കളി കണ്ടു വന്ന ആൾക്കാർക്ക് ഒരുപക്ഷെ നേരത്തെ ഉള്ള എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു ഏതൊക്കെയാണ് കണ്ടസ്റ്റൻസ്, എങ്ങനെയാണ് വരുന്നത്. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ഒരാൾക്ക് എതിരെ എങ്ങനെ പ്രിപ്പയർ ചെയ്യും എന്നുള്ളത് രീതിയൊന്നും ചെയ്തിട്ടില്ല. ഒട്ടും പ്ലാനിങ് ഉണ്ടാവില്ല. വൈൽഡ് കാർഡിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഓരോരുത്തരുടെ ഈ പറഞ്ഞ പോലെ ഈ ഷോ കണ്ട് ഒരു മാസത്തോളം ഷോ കണ്ടിട്ട് വരുന്നതാണ്. അപ്പൊ എവിടെ അറ്റാക്ക് ചെയ്യാം, എന്താണ് ഈ ഷോയില് ഈ പറഞ്ഞ പോലെ അറ്റാക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനുവേണ്ടി മാത്രമായിട്ട് സ്പെസിഫിക്കലി നേരത്തെ പറഞ്ഞ പോലെ സൊസൈറ്റിയിൽ നമ്മൾ ശരിക്കും ആക്ച്വലി റിയൽ ലൈഫിൽ ഇതൊരു റിയാലിറ്റി ടി വി ആണെന്നുള്ള ചിലവർ മറന്നു പോകുന്നു. നമ്മൾ റിയലായി നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ എബിലിറ്റി. നമ്മൾ എത്രത്തോളം ഫേക്ക് ആവുന്നു, ഒരുപക്ഷെ നമ്മൾ പുട്ടപ്പ് ചെയ്യുന്ന ഒരു ആക്ട്, ഒരു ഡ്രാമ അല്ലെങ്കിൽ ഒരു ഇതെന്ന് പറഞ്ഞാൽ ചിലപ്പോ ഒരുപക്ഷെ ആ മസാലയൊക്കെ ചിലപ്പോൾ താല്പര്യപ്പെടുന്ന ഓഡിയൻസ് ഉണ്ടാവും. പക്ഷെ എന്നാലും റിയൽ ആയിട്ട് നിൽക്കുന്ന ആളെ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ പുറത്തു വരുമ്പോഴും ഇയാൾ റിയൽ ആണ്, അല്ലെങ്കിൽ അകത്തേക്ക് കയറുമ്പോഴും ഇയാൾ റിയൽ ആയിരുന്നു ഈ പറഞ്ഞ പോലെ. അപ്പൊ അവരുടെ ആക്സെപ്റ്റൻസിന് ഒരു പ്രശ്നം വരുന്നില്ല. ഓഫ്കോഴ്സ് ഈ പറഞ്ഞ പോലെ ഇത്രയും ദിവസം നിൽക്കുമ്പോഴത്തേക്കും കൂടുതൽ പേര് നമ്മൾ അറിയും. ഒരുപാട് മലയാളികൾക്ക് നമ്മളുടെ പേര് സുപരിചിതമാവും. ഈ പറഞ്ഞ പോലെ ഞാൻ ഒനിയിൽ എന്നുള്ള ഒരു വ്യക്തിനെ ഇപ്പൊ കുറെ മലയാളികൾക്ക് അറിയാം. ഒരുപക്ഷെ അയാൾ എന്തിനു കൂട്ടു നിന്നു, അല്ലെങ്കിൽ എന്തിനു സംസാരിച്ചു, എന്തിനു പ്രതിഷേധിച്ചു എന്നുള്ളതും അവർക്ക് അറിയാം ആ ഷോയിലൂടെ. അത് തന്നെയായിരിക്കും പുള്ളി ലൈഫിലും ചെയ്യുക. അപ്പൊ ലൈഫിലും ഞാൻ എന്റെ രീതിയിലുള്ള ആക്ടിവിസം ചെയ്യുന്ന അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ്. അപ്പൊ ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ അങ്ങനെയുള്ള ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു വേദി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എനിക്ക് ഈ വേദി അത്രത്തോളം യൂസ്ഫുൾ ആക്കണമെന്നുള്ളത് ഒരു ലക്ഷ്യത്തോടെയാണ് ഞാൻ ഉള്ളിൽ കയറിയത്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ഓരോരുത്തരുടെ കാഴ്ചപ്പാട് അവിടെ മാറ്റാൻ പറ്റില്ല. പക്ഷെ വൈൽഡ് കാർഡ്സ് വന്നിട്ട് എനിക്ക് തോന്നിയത് ഗെയിം സ്പെസിഫിക് ആയിട്ട് സൊസൈറ്റിയിൽ ഒരിക്കലും തീരെ അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടായിട്ടുള്ള കണ്ടസ്റ്റൻസ് ഉണ്ട്. ആ കണ്ടസ്റ്റൻസിന് ഒരുപാട് പുറത്ത് കിട്ടുന്ന സപ്പോർട്ട് ഒരു എന്താ പറയാ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള സപ്പോർട്ടാണ്. ഈ പറഞ്ഞ പോലെ അത് ചിലപ്പോൾ ഒരുപക്ഷെ ഈ ഓൺലൈൻ ഫേക്ക് ഐഡീസ് ഒക്കെ വെച്ച് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു സപ്പോർട്ടാണ്. അല്ലാതെ റിയൽ ലൈഫിൽ ഒരു മനുഷ്യനും ഒരിക്കലും അങ്ങനെ അത്രയും ഡിസോറിയന്റഡ് ആയിട്ട് പെരുമാറില്ല എന്നാണ് എന്റെ അറ്റ്ലീസ്റ്റ് ഞാൻ കണ്ടിട്ടുള്ള അങ്ങനത്തെ ആൾക്കാർ. ഓക്കെ, ഇത് പറഞ്ഞപ്പോൾ തന്നെ കൂട്ടിച്ചേർക്കുന്ന വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യരും അതിനൊന്നും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴായിട്ട് കാണുന്നത്. കാരണം വിദ്യാഭ്യാസത്തിൻ്റെ വലിയൊരു കുറവുണ്ടായിട്ടുള്ള മനുഷ്യർ ഈ പറഞ്ഞ കണക്ക് വൈൽഡ് കാർഡിൽ ഒപ്പം ചേർന്നിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ കണക്ക് ലക്ഷ്മി പോലുള്ള അല്ലെങ്കിൽ മസ്താനി പോലുള്ള ആളുകളൊക്കെ തന്നെ അതിൻ്റെ അകത്ത് മൈനോറിറ്റി ആയിട്ടുള്ള ഒരു കൂട്ടം മനുഷ്യരുടെ സ്ട്രഗിൾസിനെ കളിയാക്കുകയും അതിനെതിരെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് പലപ്പോഴായിട്ട് ഞങ്ങളെ ബാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒട്ടും ഇല്ല എന്നുള്ളതാണ്. കാരണം അവരവിടെ നിന്ന് പറയുമ്പോൾ ഒക്കെ തന്നെ വിദ്യാഭ്യാസമുള്ള ഒരു കൂട്ടം മനുഷ്യർ നമുക്കൊപ്പം തന്നെ നിൽക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ്റെ ഒരു വലിയൊരു ക്വാളിറ്റി നമ്മൾ എപ്പോഴും കാണിക്കാറുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇത്തരം ഒരു സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തുന്ന സമയത്ത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ആദിലയും നൂറയും ഒരു ലെസ്ബിയൻ കപ്പിൾസാണ്, അവരെ വീട്ടിലേക്ക് കയറ്റില്ല എന്ന് പറയുന്നത് ഇൻഡയറക്ട്ലി അവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അംഗീകരിക്കുന്നില്ലെങ്കിൽ അത് നമുക്ക് സമ്മതിക്കാം. പക്ഷേ അത് ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് വന്ന് പറയുമ്പോൾ ഒരു കൂട്ടം മനുഷ്യർ അത് പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ചെറിയ കൂട്ടം മനുഷ്യർ സ്വാധീനിക്കുന്നുണ്ട്, വലിയൊരു കൂട്ടം അത് സ്വാധീനിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഒനിൽ എന്താണ് തോന്നുന്നത്? ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ടോ? നേരത്തെ പറഞ്ഞ പോലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ഒരിക്കലും അംഗീകരിക്കുക എന്ന് പറയില്ലേ. ഞാൻ LLM വരെ പഠിച്ചിട്ടുണ്ട്, എനിക്ക് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ നമ്മള് എഡ്യൂക്കേഷണലി നോക്കുന്നതല്ല, ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ ഹ്യൂമാനിറ്റി എന്നുള്ള ഒരു വാക്ക് അവിടെ ജിസയിൽ ഒരുപാട് ഉപയോഗിക്കുമായിരുന്നു. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അറ്റാക്ക് ചെയ്യുമായിരുന്നു ആ സ്ട്രാറ്റജീനെ, ഫേക്ക് ഹ്യൂമാനിറ്റി ആണെന്ന് പറഞ്ഞിട്ട്.
ഒബിയസ്ലി അതൊക്കെ ആ ഗെയിമിന്റെ ഇതാണ്. ശരിക്കുള്ള ഹ്യൂമാനിറ്റി ഒക്കെ ഉള്ള ആള് തന്നെയാണ് ഈ പറഞ്ഞ പോലെ ജിസേലൊക്കെ. അല്ലെങ്കിൽ ഇത്തിരി കൂടി പ്രോഗ്രസീവ് ആയിട്ട് ചിന്തിക്കുന്നതാണ്. ഞാനും ജിസേലും തമ്മിൽ അതുപോലത്തെ ഒരു റാപ്പോ വരുന്നത്. ആദില നൂറ ഞാൻ സിസ്റ്റേഴ്സ് ആയിട്ട് കാണുന്ന ആൾക്കാരാണ്. കൂടുതലും ഷാനവാസിന്റെ പെൺകുട്ടികൾ എന്നാണ് അവരെ വിളിക്കുക. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാനും ഷാനവാസും തമ്മിൽ ആകെ 2 വയസ്സിന്റെ വ്യത്യാസമുള്ളൂ. ഷാനവാസ് ഇക്കാന്ന് ഞാൻ പുള്ളിനെ വിളിക്കാറുള്ളൂ. അത് റെസ്പെക്ടിന്റെ ഭാഗമാണ്. ശരിക്കും ഷാനവാസിന് വിളിച്ചാൽ മതി. പക്ഷെ ഷാനവാസ് ഇക്കാന്നാണ് ഞാൻ വിളിക്കുക. അങ്ങേർക്ക് അങ്ങനെ ഒരു പെർസോണയാണ്, അങ്ങനെ ഒരു പേഴ്സണാലിറ്റിയാണ് ഉള്ളത്, ഒരു കെയർ ടേക്കർ എന്നുള്ള രീതിയിൽ. അപ്പൊ പുള്ളി ഒരു പക്ഷെ ഈ പറഞ്ഞ പോലെ പുള്ളിയുടെ ആഗ്രഹങ്ങൾ അങ്ങനെയാണ്. അപ്പൊ ഈ കുട്ടികളുടെ കെയർ ടേക്കർ എന്നുള്ളത് ഞാൻ അവരെ ഭയങ്കര ഫണ്ണായിട്ട് കാണുന്ന ഒരു ചേട്ടനാണ്. അപ്പൊ അവർക്ക് ഈ പറഞ്ഞ പോലെ ചേട്ടാ എന്നൊക്കെ പറഞ്ഞ അവരുടെ ഒരു കുറച്ച് ടഫ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ചേട്ടാ എന്നും പറഞ്ഞിട്ട് സംസാരിക്കാനുള്ള ഒരാളുണ്ടല്ലോ. ആ ഒരു രീതിയിൽ ഞാൻ ആദില നൂറേനെ എപ്പോഴും സിസ്റ്റേഴ്സ് ആയിട്ട് കണ്ടുള്ളൂ. ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ഭയങ്കര അധികം വിഷമമായിപ്പോയി. അവര് ഈ പറഞ്ഞ പോലെ ഫാമിലി വീക്കിന് ഈ പറഞ്ഞ പോലെ അവർ ഒരുപാട് പ്രതീക്ഷിച്ചു ആരൊക്കെ കാണാൻ വേണ്ടി അവരുടെ ഫാമിലീസിനെ. പക്ഷെ ഈ പറഞ്ഞ പോലെ അവർക്കത് സാധിക്കാൻ പറ്റിയില്ല. അതിനുള്ള സങ്കടം അവിടെ ഓരോരുത്തർക്ക് ഉണ്ടായിരുന്നു. ഓഫ് കോഴ്സ് കുറച്ചുപേര് അതിനു വേണ്ടി ടോണ്ട് ചെയ്തിട്ടുണ്ടാവും അവര്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഗെയിമിന്റെ ഭാഗമായിട്ട് ഞാൻ അവരോട് പറഞ്ഞു നിനക്ക് എപ്പോഴും ഒരു ചേട്ടനുണ്ട് ലൈഫ് ലോങ്. ഞാൻ ഇറങ്ങുമ്പോ പറഞ്ഞൊരു കാര്യമാണ്. അതായത് എന്റെ എവിക്ഷൻ വീഡിയോയിലുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ ആ സമയത്ത് അക്ബറായിട്ട് തല്ലുപിടിച്ചപ്പോ ഞാൻ അക്ബറിനോടും ആര്യനോടും പറഞ്ഞായിരുന്നു എടാ ഞാൻ നിങ്ങളോടുള്ള എടാന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു. എടാ ഇവിടെ ഉള്ളതൊക്കെ ഇവിടെ ഇട്ടിട്ടും പോവാണെന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ എനിക്ക് ആകെ ലക്ഷ്മിയായിട്ട് മാത്രമേ ഉള്ളൂ ഒരു ഇഷ്യൂ. കാരണം അതൊരു കാര്യം ഇറ്റ് ഇസ് ബിയോണ്ട് ദ ഗെയിം. ഈ ഗെയിമിന് ബിയോണ്ട് ആയിട്ട് റിപ്പർക്കഷൻസ് ഉള്ള ഒരു കാര്യമാണ്. ഈ പറഞ്ഞ പോലെ LGBTQ കമ്മ്യൂണിറ്റിക്ക് എതിരെയുള്ള സ്റ്റേറ്റ്മെന്റ് ആയാലും ലക്ഷ്മി കാണിക്കുന്ന ഈ പറഞ്ഞ പോലെ ഒരു ഗെയിമിന്റെ ഭാഗമെന്ന് കാണിച്ചെന്ന് പറഞ്ഞാലും. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇന്നലെ ഞാൻ എന്തോ ഒരു റീൽ ഇറങ്ങിയായിരുന്നു. പുള്ളിക്കാരത്തി ഏതൊരു ഈ മാധ്യമങ്ങൾക്ക് സംസാരിക്കുന്നത് ഞാൻ പുറത്ത് വേറെ ആളാണ് അവിടെ ആയതുകൊണ്ടാണ് ഇങ്ങനെയെന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായില്ല ഈ ഫോൾസ് അക്യൂസേഷൻ എനിക്കെതിരെ ഉണ്ടാക്കിയത് ഗെയിമിലായതുകൊണ്ടാണ് അങ്ങനെ ആക്കിയത്. അതായത് ഷീ പുട്ട് അപ്പ് എ ഷോ. അതായത് വെറുതെ ഒരു കാണിക്കാൻ വേണ്ടി ലാലേട്ടന്റെ മുമ്പിൽ സോറി പറയും, പിന്നെ ഈ പറഞ്ഞ പോലെ ആ ഷോയിനോട് സോറി പറയുകയും ചെയ്തെന്നാണ് പുള്ളി ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. കാരണം വെച്ചാല് ശരിക്കുള്ള സോറി പറയുന്നില്ല. പുറത്താണെങ്കിൽ ഞാൻ സോറി ഒന്നും പറയില്ല. അപ്പൊ പുറത്താണെങ്കിൽ പുള്ളിക്കാരത്തി ഈ ഫോൾസ് അക്യൂസേഷൻ ആയിട്ട് മുന്നോട്ട് പോകുന്ന പറഞ്ഞു. അപ്പൊ എന്റെ ഒരു ക്വസ്റ്റ്യൻ ഇത് തന്നെയായിരുന്നു അവിടെ. അതായത് തെറ്റിന് സോറി, ലൈക്ക് ഒരാളെ കുത്തിക്കൊന്നിട്ട് സോറി പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പറഞ്ഞ പോലെ നമ്മള് സോറിയിൽ ഒതുങ്ങുന്നതല്ല ചില കാര്യങ്ങൾ. സോ ഞാൻ പറഞ്ഞ പോലെ ഐ ഡോണ്ട് വോണ്ട് യുവർ അപ്പോളജി, ഐ ഡോണ്ട് വോണ്ട് ടു അക്സെപ്റ്റ് യുവർ അപ്പോളജി. ഈ പറഞ്ഞ പോലെ ഒരു കാര്യം ഉണ്ടായിരുന്നു. പറയേണ്ടത് എന്നോടല്ല, ഓൾ മെൻ ഹു ആർ ബോൺ അലൈവ്, ഡെഡ് ഓർ ടു ബി ബോൺ അഗൈൻ. ഈ പറഞ്ഞ പോലെ അത് ഒരു മിസാൻഡ്രിസ്റ്റ് ഐഡിയോളജി, മിസാൻഡ്രി എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഞാൻ അവിടെ ആ സമയത്ത് പറഞ്ഞായിരുന്നു. പുള്ളിക്കാരത്തി ഒരു മിസാൻഡ്രിസ്റ്റ് ആണ്. പുള്ളിക്കാരത്തി ടാർഗറ്റ് ചെയ്യുന്നത് മെയിൽസിനായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്കാരത്തി തുടങ്ങിയ ടാർഗറ്റ് ആണ് ഈ പറഞ്ഞ പോലെ